ലോകത്തിലെ ഏറ്റവും അടിപൊളിയായ മാതാക്കൾ ആരാണെന്നറിയും? അതെന്ത് ചോദ്യമാണ്. എല്ലാ മാതാക്കളും അടിപൊളിയല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന അമ്മമാരാരാണെന്നറിയോ? അത് ഓട്ടിസം പിടിച്ചിട്ടുള്ള കുട്ടികളുടെ അമ്മമാരാണ്. കാരണം അവർ ജനിച്ച അന്ന് മുതൽ അവരെ വളർത്തിക്കൊണ്ടുപോകാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന വേറൊരു അമ്മമാരുണ്ടാവില്ല. കാരണം ആ കുട്ടികൾക്ക് ബുദ്ധിവികാസമല്ല, ആരോട് എന്ത് പെരുമാറണം എന്നറിയില്ല. അതേപോലെ സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ വളരെ വയലൻ്റ് ആകുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനൊക്കെ പുറത്ത് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മമാർ ഇവരെ വളർത്തിക്കൊണ്ടുവരുന്ന ടീനേജ് കാലഘട്ടത്തിൽ ഇവർക്ക് ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സേക്കാരും, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയിൽ എന്തൊക്കെ ബൗണ്ടറീസ് ഉണ്ട്, ആരെ മുമ്പിൽ എന്ത് ചെയ്യണം എന്നറിയാതെയൊക്കെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഈ അമ്മമാർ കണ്ണീരോടെ അല്ലാതെ കണ്ടു നിൽക്കാൻ സഹിക്കാറില്ല. ആ ഒരു സാഹചര്യത്തിൽ പല കുട്ടികളെയും വീട്ടിൽ അടച്ചിടേണ്ട അവസ്ഥകൾ വരെ കടന്നു പോയിട്ടുള്ള ഒരുപാട് മാതാക്കളുണ്ട്. ഞാൻ അവസാനമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ആ കുട്ടികൾ അമ്മമാരെ ആക്രമിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികൾ. ഒരു കുട്ടി എന്നോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര അക്രമകാരിയാണ്, അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ഈ ബഡ്സ് സ്കൂളിലേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് സാറെന്നും ഇവിടെ വന്ന് ക്ലാസ് എടുക്കണം കേട്ടോ, എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ എന്നോട് കുട്ടികൾ പറയുന്നുണ്ട്. കാരണം ആ കുട്ടികൾ അത്രത്തോളം വീട്ടിൽ അക്രമകാരികളാണ്. പറഞ്ഞു വരുന്നത്, ഈ മദേഴ്സ് ഡേയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഈ മാതാക്കളെ, ഈ അമ്മമാരെ നമ്മളും ഒപ്പം ചേർത്ത് പിടിക്കണം. ഒരിക്കലും അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ കൈയൊഴിഞ്ഞ് കളയരുത്. അവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകളായിക്കോട്ടെ, അതേപോലെ എല്ലാ ആളുകളും ഒരുമിച്ച് അവരെ കൂടെ നിന്നിട്ട് അവരെയും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.